Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road goes. Even if I'm even if the sky is falling down. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞങ്ങള് വിമൻസ് ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് സ്പെഷ്യൽ ലഞ്ചൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന വീഡിയോ ഇട്ടത്. ഇവിടെ കാർഡ്സ് കളി നടന്നുകൊണ്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോ എന്താണ് ഈ കളിയുടെ പേര് എന്ന് പറഞ്ഞേ? തീപ്പെട്ടി പടം. തീപ്പെട്ടി പടം. എനിക്കറിയപ്പോയില്ല ഇത് എന്നിട്ട് കളിയാന്ന്. അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. തീപ്പെട്ടിപ്പടം എന്തൊക്കെയോ എല്ലാവരും കയ്യിൽ നിന്ന് ഇങ്ങനെ കാർഡുകൾ വെക്കണുണ്ട്. അഞ്ജുവിന്റെ ഒപ്പം സണ്ണിയും വീടും ഒക്കെ കളിച്ചോണ്ടിരിക്കുക. കൊറേ കാർഡ്സ് കിട്ടുന്ന ആളുണ്ടോ ജയിക്കണേ? ആണോ? അപ്പൊ അഞ്ജു മോളെ നീ ജയിച്ചോണ്ടിരിക്കണത്. അടിപൊളി. ആരാ തോറ്റോണ്ടിരിക്കണ? അച്ചാച്ചനോ? ആരുടെ ഇപ്പൊ കാർഡ്സ് കുറവ്? അത് പറഞ്ഞേ. ഇല്ലേ നോക്കട്ടെ. അങ്ങനെ അഞ്ചുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ചു നേരം കളിച്ചു കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി ഈവനിങ്ങില് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകണം. കാരണം അവർക്ക് പോകേണ്ടത് നെക്സ്റ്റ് ഡേയിലാണ്. അപ്പൊ പിന്നെ ഇനി നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊന്നും പോകാൻ ടൈമില്ല. അപ്പൊ അവർക്ക് നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ ഈവനിങ്ങിൽ ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് മെയിൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സ്ഥിരം വരാറുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും അവർക്കും ഇഷ്ടമായിരുന്നു ഈ ഷോപ്പ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് 99ലേക്ക് നമ്മൾ ആദ്യം പോവാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ശരിക്കും അവരുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ എടുക്കേണ്ടതെന്നൊരു പിടുത്തില്ലാത്ത രീതിയിൽ അത്രയും നല്ല ഭംഗിയായിട്ടോ അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ആങ്ങളയ്ക്കും നാത്തൂനൊക്കെ നല്ല ഇഷ്ടമായി ആ ഷോപ്പ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് വേണ്ട ഇത്തിരി ഐറ്റംസ് ഒക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കോപ്പൊക്കെ വാങ്ങിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ടോയ്സ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനും വീഡിയോക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ അവരെ കുഞ്ഞു ടോയ്സ് ഒക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് അവര് വാങ്ങുന്നുണ്ട്. അവര് വാങ്ങുന്നതിന്റെ കൂടെ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെ കുഞ്ഞു ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കണം. അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്നും പറഞ്ഞു അങ്ങനെ കുറച്ച് നമ്മൾ വാങ്ങിയായിരുന്നു. ഇത്തിരിക്കുളൊക്കെ വാങ്ങിയായിരുന്നു നമ്മൾ 1-2 ദിവസം മുമ്പ്. അന്ന് ഫുൾ വാങ്ങിക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല. അപ്പൊ ബാക്കിയുള്ളതൊന്നും വാങ്ങിക്കാന്നും പറഞ്ഞ് അങ്ങനെ അതും വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് വീട്ടില് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ പറഞ്ഞ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ അവര് പോവാണ്. അപ്പൊ ഇന്ന് വീട്ടിൽ ചെന്ന് ഇപ്പോഴേക്ക് രാത്രി ആയല്ലോ. അപ്പൊ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇനി ഞാൻ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ അവര് പോകുന്ന ദിവസം എടുക്കുന്ന വീഡിയോ കേട്ടത്. ഏത്തയിട്ട വിടുവ ആന്റി. വാട്ട് അബൌട്ട് സണ്ണി? ഇന്നലെ ഇട്ടായിരുന്നോ? ആണോ? ഓ എന്തെങ്കിലും കൺഗ്രാജുലേഷൻ. ഓ മേരി അടുത്ത കളി കളിക്കാൻ പോണെന്ന്. ഇല്ല ഇനി ഭക്ഷണം കഴിക്കാം. ലേറ്റ് ആവില്ല. പോകുന്നൊന്നും കൂടെ ഒരു അഞ്ചിന്റെ കൂടെ കാർഡ്സ് ഒക്കെ കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഇനിയിപ്പോ ഇറങ്ങേണ്ട സമയമായി. പ്രേയറിന്റെ ടൈം ആയിട്ടോ.
വേണ്ട ആരും നിൽക്കുന്ന മേയോട് തെറ്റുന്നതോടെ പോലെ ഇയാളുടെ തെറ്റു വിഷമിക്കണം ഞങ്ങളെ ആമേൻ. ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോയണവൻ സമയത്ത് വിസ്മയാമേ അതേപോലെ നയിക്കുവാമേ. എത്രയും തേള മാതാവേ അങ്ങേ സകല. അപ്പൊ അങ്ങനെതാ ഒരാഴ്ചത്തെ ലൈഫ് എങ്ങനെ കഴിഞ്ഞെന്ന് ഒരു പിടുത്തമില്ല. രണ്ടുപേർക്കും ഇറങ്ങേണ്ട ദിവസമായി. അവരിതാ ഇറങ്ങേണ്ട ടൈമായി. ഇതിപ്പോ ഇറങ്ങണം. ഇന്ന് 6:15 ഫ്ലൈറ്റ് കോരക്കൂരുന്ന്. അപ്പൊ ഞങ്ങൾ ഇവരെ കൊണ്ട് നടക്കാൻ വേണ്ടി പോവാണ്. ഒരാഴ്ച ഞങ്ങൾ പിടിച്ചു പൊളിച്ചു. 8 ദിവസം 9-ാം ദിവസം പോവാണ്. ഞങ്ങൾ അതിനിടയ്ക്ക് സ്കൂളിലൊക്കെ പോയിരുന്നു. ഇടയ്ക്ക് ഹോളിയുടെ ഹോളിഡേയ്സ് കിട്ടി. ഹോളി ഫെസ്റ്റിവലിന്റെ ഹോളിഡേയ്സ്. അപ്പൊ അതൊക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ ക്ലാസ്സൊക്കെ ഉള്ള ദിവസം ഞങ്ങൾ പോയിരുന്നു. 5 ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എൻജോയ് ചെയ്തു. നിങ്ങള് യുപിയിലൊന്ന് എൻജോയ് ചെയ്തോ? ഞങ്ങളുടെ ലക്ഷ്യം മാക്സിമം വീഡിയോ എടുക്കാന്നുള്ളതാണ്. സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും താങ്ക് യു. ഞങ്ങളെ ഇത്ര ദിവസം ഇവിടെ സഹിച്ചതിനും മീൻസ് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും തന്നതിനും എല്ലാത്തിനും താങ്ക് യു. സമാധാനവും ഫാനും അല്ലേ ഉണ്ടോ? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവരുണ്ടായിരുന്ന ദിവസങ്ങള്. ഇനിയിപ്പോ വീട് ഉറങ്ങിയ പോലെയാവും. ഇത്രയും ദിവസം നല്ല ഒച്ചപ്പാടും പോകണം കളിയും ചിരിയും. ഞങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോസൊക്കെ. ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാറുന്നൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ അതെന്തായാലും എല്ലാം കഴിഞ്ഞതേപോലെ പോകണം. അപ്പൊ ശരി. വിഷ് യു ഹാപ്പി ആൻഡ് സേഫ് ജേർണി. ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പോവാ. ഹാപ്പി ആൻഡ് സേഫ് ജേർണി. താങ്ക് യു. ഹാപ്പി സേഫ് ജേർണി. താങ്ക് യു. ഹാപ്പി ആൻഡ് സേഫ് ജേർണി അച്ചാച്ച. താങ്ക് യു. ഹാപ്പി ആൻഡ് സേഫ് ജേർണി വിടുവേണ്ടി. ഇനി അഞ്ചിന്റെ ടൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹാപ്പി ആൻഡ് സേഫ് ജേർണി അച്ചാച്ച. താങ്ക് യു താങ്ക് യു. അഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. ശരിക്കും മിസ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ ജോബി സാറിനെയും ഷാരി സാറിനെയും മുറ്റത്ത് തന്നെ വെച്ച് കണ്ടു കേട്ടോ. അപ്പൊ അവരോട് ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ അതേ വണ്ടിയിലേക്ക് കയറണം. അങ്ങനെ വണ്ടിയിലേക്ക് കയറേണ്ട സമയമായിരിക്കും ഗോപസാറിനെയും കണ്ടു. അപ്പൊ അങ്ങനെ ഗോപസാറിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അഞ്ചു ഗേറ്റ് ഒക്കെ തുറന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നേരിട്ട് ഇനി ഗോരഖ്പൂരിലേക്കുള്ള യാത്ര കേട്ടോ. ഞങ്ങൾക്ക് ഗോരഖ്പൂർക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്രയുള്ളൂ കേട്ടോ. വണ്ടിയിലുണ്ടായിരുന്ന ഒരു കുറച്ച് സമയം ഞങ്ങൾ വളരെ ചിരിച്ചു കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കേട്ടോ പോയത്. പിന്നെ ഈ ഗോരഖ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത് മിലിറ്ററി എയർപോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല, അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കലൊന്നും അവർ സമ്മതിക്കില്ല. അവർ കണ്ടു കഴിഞ്ഞാൽ അവര് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷമൊന്നും കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയപ്പോ ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് 2 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്കും ഹോളിഡേയ്സ് ആയിരിക്കും, സ്കൂളൊക്കെ അടയ്ക്കും. അപ്പൊ ആ സമയത്ത് നാട്ടിൽ പോവാലോ, അപ്പൊ ഇവരുടെ കൂടെ വീണ്ടും എൻജോയ് ചെയ്യാലോ എന്നുള്ള ഒരു സമാധാനം. പിന്നെ അഞ്ജുനെയായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു ടൈമൊക്കെ ആവും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ കമന്റ്സ് ഒക്കെ ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് കാണാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കമന്റ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അത് കാണുമ്പോഴാണ് എനിക്കും വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കമന്റ് ഇടാൻ ഒട്ടും തന്നെ മറക്കല്ലേ. വിശേഷങ്ങൾ പറഞ്ഞു നമ്മള് എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പൊ അവർക്ക് ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. അഞ്ജുന്റെ മുഖം കണ്ടോ നിങ്ങള്? അഞ്ജു അറിയാതെ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അഞ്ജു വിഷമിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ അളിയ താങ്ക് യു, ചേച്ചി താങ്ക് യു, അഞ്ജലി താങ്ക് യു. ഇറങ്ങി കഴിഞ്ഞ് കുറെ സമയം ഇത് ചെയ്യണില്ല. താങ്ക് യു ബൈ ബൈ. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥിച്ചോളൂ. മിടു എല്ലായിടത്തുള്ളൂ. മിടു അപ്പൊ കാണാം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം. എന്തായാലും കുറച്ചപ്പുറത്ത് വെയിറ്റ് ചെയ്തേക്കാം. ബൈ 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 ബൈ. എന്നോട് പോയി
Okay, done. Happy journey. Anjali, bye. ബൈ 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 ബൈ. Okay. Miss you. Okay. മിസ് യു ടു. പോട്ടെ. ബൈ ബൈ. അങ്ങനെ അവര് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവരോടും ബൈ ബൈ പറഞ്ഞ് അങ്ങനെ ഒരു യാത്രയായിട്ടോ. ഞങ്ങളൊരു കുറച്ചു നേരം ഒരു 5 മിനിറ്റോളം ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു, അവരുള്ളിൽ കിടന്ന് എല്ലാം ഒന്ന് സെറ്റ് ആവുന്നവരെ. അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങള് ബസ്സിലേക്ക് യാത്ര തിരിക്കണം. കാരണം ഞങ്ങൾക്ക് ഇനി തിരിച്ചു വന്ന് പിറ്റേ ദിവസം ക്ലാസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്ക് എന്തായാലും നല്ല ഇരുട്ടാവും, രാത്രിയാവും. അപ്പൊ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗത്തിൽ തന്നെ അവര് ഉള്ളിലേക്ക് കടന്നു പോയി ലഗേജ് കാര്യങ്ങളൊക്കെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങള് തിരിച്ച് ബസ്സിലേക്ക് പോരണം. അങ്ങനെ നമ്മൾ എയർപോർട്ട് ഏരിയ വിട്ട് ബസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വീടിന്റെ UP-യിൽ വരണം, ചേട്ടന്റെ ചേച്ചിയുടെയും വീട്ടിലേക്ക് ഒന്ന് വരണം, വീട് കാണണം എന്നൊക്കെ, UP കാണണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വീഡിയോ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ അതിന് സമ്മതിക്കുന്നതല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പൊ ഒരു ചാൻസ് കിട്ടി, വരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ വന്നു പോയ ദിവസങ്ങളൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല സന്തോഷ ദിവസങ്ങളായിരുന്നു. ഇനി അങ്ങനത്തെ ദിവസങ്ങൾ എന്നാ ഉണ്ടാവാന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും കാര്യമൊക്കെ ആയിട്ട് വണ്ടിയിൽ ആകെ ഒരു മൂകതയായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയ സമയത്ത് കുറേ നേരത്തേക്ക് സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു കേട്ടോ. അഞ്ചുമൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ഇത് ഗോരഖ്പൂരുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആട്ടോ. എന്താ സൈഡിൽ കാണുന്നത് കുറേ ഏരിയ ഉണ്ട്. ഇങ്ങനെ വലിയ ബിൽഡിങ്ങാ. അപ്പൊ അങ്ങനെ ആ സ്ഥലം കഴിഞ്ഞ് നമ്മളിതാ മുന്നോട്ടേക്ക് നീങ്ങാണ്. ഇനി വരും ദിവസങ്ങളിലുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കുറെ ദിവസത്തേക്ക് നമ്മൾ സൺഡേയും വീഡിയോയായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനി എന്നും ഉണ്ടാവണം. സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകണം. അപ്പൊ അങ്ങനത്തെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിന്റെ കൂടെ സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.